നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം ഇന്നസെന്റിനെയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ പ്രിയ ഇന്നച്ചനുമായിട്ടുള്ള വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ളത് മലയാള സിനിമയിൽ പുതിയൊരു ഭാവുകത്വം പകർന്നു നൽകി. ശ്രീ ഇന്നസെന്റ് എന്നുള്ള നടൻ പ്രായപൂർത്തിയായി, അതെ, പൂർണ്ണ നടനായി മാറി. പിന്നീട് ജൈത്രയാത്രകളാണ്. അതെ, ഒന്ന് കാണാം. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയോട് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടും. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? ഇതിൻ്റെയൊക്കെ ഒരു ഗുണം ഇതൊക്കെ അവരുടെ മിടുക്കാണ്. സിദ്ദിഖ് ലാൽ ഇതിൻ്റെ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും ഫോണിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഇതൊക്കെ പഴച്ചു പോകും, പാളിപ്പോവും. ഇതൊക്കെ അവരുടെ മിടുക്കാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ പല ഗൾഫിലോ അമേരിക്കയിലോ ഇവിടെയൊക്കെ പോകുമ്പോൾ പല വീടുകളിലും വിളിച്ചു പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരും, നമ്മൾ കഴിക്കും. അപ്പോൾ അവർ പറയും ഇന്നസെൻറ്റിൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെയുള്ള വീട്ടിലെയാണ്, ഇതാണ്, കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ. ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കും, മുറിയുടെ അവിടെ നമ്മുടെ റൂമിൻ്റെ അവിടെയൊക്കെ വന്ന്. പക്ഷേ നമ്മൾ ഇവരെ എല്ലാവരും ഓർമ്മിച്ചു എന്ന് വരില്ലേ? ഫോട്ടോ ഒക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ. ഒരു തവണ ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്നു. അതിനൊരു ഭാര്യയും ഭർത്താവും കൂടി വന്നു. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പറ, ഞാൻ അത് മനസ്സിലായില്ലേ? ഞങ്ങളുടെ സാധനമാണ് ഇയാളുടെ. എനിക്കാണെങ്കിൽ തേങ്ങ മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഇയാളുടെ ഭാര്യ ഇടയ്ക്ക് അയാളെയും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി ഞാൻ ഇയാളോട് പറഞ്ഞു, വരണ വഴിയായിരിക്കും അല്ലേ? അപ്പോൾ അയാൾ വരുന്ന വഴി. സുഖമല്ലേ? ആ, സുഖമാണ്. എനിക്ക് എന്തോ പറയണ്ടേ ഇവരെ എനിക്ക് ഓർമ്മയില്ല. ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന. അങ്ങനെ വീണ്ടും ഞാൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് എവിടെയാണ്? അപ്പോൾ ഇയാൾ ഇതിനു മുമ്പ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ അന്ന്. ആ, ശരിയാണല്ലോ. അപ്പോൾ സുഖമല്ലേ? അപ്പോൾ ഭാര്യ അയാൾ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി കാറിലേക്കാൻ പോട്ടു. അങ്ങനെ ആലോചിച്ചു, പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. അപ്പം ഞാൻ ഫുൾ താടിയാണ്, മീശയുണ്ട്, ഈ പുരിയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തൊരു മഹർഷിയായിട്ട് അഭിനയിക്കും. അങ്ങനെ ഇവരങ്ങോട്ട് നടന്ന് അങ്ങനെ പോണ വഴിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടി. ഒരു ചെറിയ ഇൻസിഡൻ്റാണ്, അതിലാണ് എനിക്ക് ആ സ്ത്രീയുടെ മുഖം കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പറയണ പോലെ തന്നെ ഭക്ഷണം കഴിക്കണം, ഇനിയും കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്. ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ട് എന്തൊരു മധുരമുള്ള സാധനം. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറുണ്ട്. അപ്പോൾ എനിക്കിത് അവരാണല്ലോ എന്ന് തോന്നി. ഞാൻ വേഗം ഒരു പ്രൊഡക്ഷനിലെ നമ്മുടെ പയ്യനെ വിളിച്ചോണ്ട് ഒന്ന് വിളിച്ചുകൊണ്ട് പോവാം, അവർ കാറിൽ കയറാൻ പോവാണ്. ആ സ്ത്രീ കാറിൽ കയറി, അവൻ ഓടിച്ചെന്നു, പറഞ്ഞു ഇതേ സാറ് വിളിക്കണമെന്ന്. 2 പേരും അയാളും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നിന്നെ മനസ്സിലായില്ല. എടാ വിളിക്കട ഭാര്യനെ. അങ്ങനെ ഭാര്യനെയും വിളിച്ച് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലടാ ശശി, അതുകൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ എന്താ കാരണം മനസ്സിലാവാത്തപ്പോൾ ഈ ഭാര്യ എന്നെ നോക്കുന്നുണ്ട്, എന്താ കാരണം മനസ്സിലാവാത്തതിനുള്ളതും കൂടി അറിയണല്ലോ. കാരണം അവർ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ച് പോന്നവനെ ഞാൻ. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ താടി വെച്ചേക്കല്ലടാ, ഇത്രയും ഫുള്ളേ മീശ എങ്ങനെ, പിന്നെ പുരി. അപ്പോൾ പിന്നെ മനസ്സിലാവോ? അപ്പോൾ ഇയാൾ കറക്റ്റ്. ഞാനും വിചാരിച്ചു നിനക്കെന്താ അത് മനസ്സിലാവാതെ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യയോടും ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഭാര്യ ഇങ്ങനെ
ആ സ്ത്രീക്കും പിടികിട്ടുന്നില്ല ഇതെന്താ ഉണ്ടായി എന്നുള്ളൊരു നില രണ്ടുപേരും കൂടി കാറിൽ കയറി ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ദൈവമേ ഇത് ഇവർ കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് മസ്കറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ. ഹലോ, ഞാൻ ശശി നായരാണ്. എന്തേ? അല്ല ഞങ്ങളിവിടെ എത്തിയെന്ന് പറയാൻ വന്നതാ. അങ്ങനെ എത്തിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ചേട്ടനോ ഇനൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി. പിന്നെ ഒരു കാര്യം, വൈഫിനൊരു സംശയം. നമ്മൾ എന്ത് സാറാണല്ലോ ഈ താടിയും ഈ മീശയും കുരിയൊക്കെ വെച്ചത്, അപ്പം പിന്നെ സാറിനെ എങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലാവാണ്ടിരിക്കണേ? ഞാൻ ശശി തനിക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എടോ താടിയും മീശയും അതുപോലെ തന്നെ ഈ പുരിയും ഇങ്ങനെ ഒരു എനിക്ക് എങ്ങനെ തന്നെ മനസ്സിലാവുക? അതെന്താ എനിക്ക് താൻ എന്താ വിചാരിച്ചത്? ആ വഴിയാൾ സോറി ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിയുള്ളൂ, അതെന്നെ കാര്യം. ഇന്നും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുന്ന ഇതൊന്നും സിനിമയിൽ കാണിച്ചാലും അത് വളരെ ഇതാണ്. ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. ആർക്ക്? ഈ ലാലും സിദ്ദിഖും കൂടി ഒരു ഒറ്റ കാര്യം, ഒറ്റ സെക്കൻഡ് ഒരുത്തനെ കൂടെ കൂട്ടി. അവനും സ്വല്പം മിമിക്രി ഒക്കെ പറയുമ്പോൾ ഒരു ആലുവയിൽ പോയിട്ട് മിമിക്രി ഒക്കെ ചെയ്യാൻ, അപ്പോൾ നീയും ചില ഐറ്റം കാണിച്ചോളാം പറഞ്ഞു. ഐറ്റമൊക്കെ കാണിച്ചു. കാശ് കിട്ടിയപ്പോൾ അപ്പോൾ ഈ ലാല് സിദ്ദിഖിനോട് പറഞ്ഞു അവൻ വേണ്ട കേട്ടോ, നമ്മൾ രണ്ടുപേരും കൂടി കളിച്ചാൽ മതി മിമിക്രിക്ക് നടത്തുന്ന കാലത്ത്. അപ്പോൾ പറഞ്ഞു പോന്നോട്ടെ, അവനും കൊടുക്കാലോ, ഒരു 100 രൂപ 150 രൂപ കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ നിന്ന് കാശ് മൊത്തം മേടിച്ചപ്പം ലാലിങ്ങനെ മുഖം തുടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടെൻ്റൊക്കെ തുടയ്ക്കാൻ ഇത് കാശ് പിടിച്ച് എന്ന് പറഞ്ഞ് ഈ കാശ് അങ്ങനെ തന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു. മൊത്തം കാശ് എന്ന് പറഞ്ഞത് 400 രൂപയുള്ളൂ. 450 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ മുഖം തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് ഇവനെ കാണാനില്ല. ഇവനെ ആദ്യമായിട്ട് വിളിച്ചോണ്ട് പോയതാ. ഭയങ്കര സങ്കടമായി ഇവർക്ക്. കാരണം കാശ് അടിച്ചോണ്ട് പോയി. ഇവന് കാശ് മിമിക്രിക്കാരനാണ്. കാശ് കിട്ടിയ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ ഇവർ ആകെ സങ്കടമായിട്ട് ഇവർ വന്നു. ഇപ്പം സിദ്ദിഖ് പറഞ്ഞു നിനക്കല്ലെങ്കിൽ കാശ് അവൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്, അവൻ്റെ കാശ് കൊടുക്കല്ലേ ഉണ്ട്, ആ കാശ് മൂന്നും കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത് എന്നും പറഞ്ഞ് കയ്യിൽ കാശ് പോലും ഇല്ലാണ്ട് ഇവർ ആലുവ 9:30 മണിക്ക് ആലുവ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിൽക്കുമ്പോഴേ ഇവർ ബസ്സിൻ്റെ അപ്പുറത്ത് നിൽക്കണു. ഈ പയ്യൻ ആ വഴിക്ക് ലാല് പോയിട്ട് ഇവനെ പിടിച്ച വഴിക്ക് ഇവൻ ലാല് ചോദിച്ചു നീ എന്താടാ കാശ് മേടിച്ചിട്ട് പോയത്? നിനക്കുള്ള കാശല്ലേ നിനക്ക് തന്നല്ലോ, നീ ഇങ്ങനെ പറ്റിയാന്ന് വിചാരിച്ചോ? അപ്പം അവൻ പറയാണ് അല്ല ചേട്ടാ, ഇതിൽ 50 രൂപ കൂടുതലുണ്ട്, അത് അവർ വന്ന് പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോന്നതാണ് ദേന എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അതാണ് സത്യം. കാരണം ഇനി ആ കാശ് അവർ മറ്റൊരു ഈ ഉത്സവ കമ്മിറ്റിക്കാർ കാശ് എണ്ണിപ്പോൾ ഒരു 50 രൂപ കൂടുതലുണ്ട്, അത് ഇനി അവ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിടിക്കുന്നുള്ളതാണ്. അപ്പം അതൊക്കെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. വലിയ തമാശകളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അതെല്ലാം ഇങ്ങോട്ട് പകർത്തി